നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്, അതായത് സമയം, ദൂരം, വേഗത എന്ന ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു അല്ലേ? അതിലെ ചോദ്യം നമുക്ക് നോക്കാം. ഒരാൾ 100 മീറ്റർ 10 സെക്കൻഡ് കൊണ്ട് ഓടി തീർത്താൽ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ദൂരം കണ്ടുപിടിക്കാനായിട്ട് ചെയ്തായിരുന്നു. ഇന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വേഗത കണ്ടുപിടിക്കണ്ടേ? വേഗത കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ദൂരം ബൈ സമയമാണ് അല്ലെ? ദൂരത്തിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ നോക്കാം. ഒരാൾ 100 മീറ്റർ, അതല്ലേ ദൂരം. 100 മീറ്റർ എന്ന് പറയും. ദൂരം സമം ദൂരം എത്രയാണ്? 100 മീറ്റർ. പിന്നെയോ സമയം ഉണ്ടോ നോക്കണം. 10 സെക്കൻഡ്. സമയം എത്രയാണ്? സമയം 10 സെക്കൻഡ്. അപ്പൊ നമുക്ക് ദൂരം ഉണ്ട്, സമയമുണ്ട്. നമുക്ക് ചെയ്യാം. ദൂരം എത്രയാണ്? 100/10. അപ്പൊ എത്രയാണ്? ഫിസിക്കൽ ടു 10 എന്ന് കിട്ടി. 10 മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടിയത്. പക്ഷേ ചോദ്യം എങ്ങനെയാണ്? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് എന്നാണ്. ഇവിടെ സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. അതിനെ നമുക്ക് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആക്കുമ്പോൾ ചെയ്യണം, എന്നാലേ ഉത്തരം പൂർണ്ണമാകുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടോ, 1 മീറ്റർ പെർ സെക്കൻഡിനെ മണിക്കൂറിൽ കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കണം അല്ലേ? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം 18/5 കൊണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പോൾ എങ്ങനെയാണ്? 1 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നോക്കിക്കേ, 10 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടോ, വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് 5/18 കൊണ്ട് ഗുണിക്കണം എന്നാണ്. 5/18 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ 5/18 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ എവിടെ? അത് 10 × 5/18. അപ്പോൾ എത്ര വരും? 5ഉം 10ഉം കൂടെ കിട്ടുമ്പോൾ 2 വരും. 18 36 കിലോമീറ്റർ പെർ അവർ അല്ലേ? കിലോമീറ്റർ പെർ അവർന്ന് നമുക്ക് ഉത്തരം കിട്ടി. അപ്പം വേഗത എത്രയാണ് മണിക്കൂറിൽ? 36 കിലോമീറ്റർ ആണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ വേഗത കണ്ടുപിടിച്ചതിന് ശേഷം അതേത് അളവിലാണ്, ഏത് മണിക്കൂറിലാണോ സെക്കൻഡിലാണോ എന്ന് നോക്കണം. അതനുസരിച്ച് നമ്മൾ ആ രീതിയിലേക്ക് ഉത്തരം മാറ്റി എഴുതുക. അതിന് മീറ്റർ പെർ സെക്കൻഡാണ് 5/18 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് ഉത്തരം. അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. അതാണ് നേരെ വിക്രമമായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.